ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, വേറെ ഒന്നുമല്ല എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അത് ആഘോഷിക്കേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഫുഡൊക്കെ ഒരു വെറൈറ്റി ഫുഡൊക്കെ വെക്കാമെന്ന് വെച്ചാൽ, വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. ബീഫും റൈസും ആക്കാമെന്ന് വിചാരിച്ചു. അച്ചുകുട്ടന് പരീക്ഷയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അച്ചുവിന് ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പോൾ അവർ രാവിലെ പോയിട്ടുണ്ട് വേണ്ടതൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ചെറിയ രീതിക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിമോചേട്ടൻ. ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നിമോചേൻ്റെ അച്ചുവിൻ്റെയും ഒരു നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പോയിട്ടൊക്കെ വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ എല്ലായിടത്തൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. കല്ലുപ്പ് ഉറങ്ങുവാണ്. അപ്പം പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ എന്തായാലും അവരിനി വന്നിട്ട് കാണാം. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചുകുട്ടന് എക്സാമുള്ള ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവന് ടെൻഷനാകും, ടൈം പോയിക്കൊണ്ടിരുന്ന. അങ്ങനെ അവനത് എക്സാമിന് കൊണ്ട് ആക്കാൻ വേണ്ടി പോവുക കേട്ടോ. ഉച്ചയ്ക്ക് 1:30-ക്കാണ്. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആളെ കൊണ്ടേ ആക്കും അവിടെ. സ്കൂളിൽ 10 മിനിറ്റ് നേരത്തെ ഇരുന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അവന് ടെൻഷനാണ്. പിന്നെ അവരങ്ങനെ പോയ സമയത്തേക്ക് ഞാൻ വേഗം മേടിച്ചിട്ട് വന്ന സാധനങ്ങൾ ഞാൻ വെറുതെ ഇങ്ങനെ മുറത്തിലെടുത്തേക്കുന്നേ ഉള്ളൂ. അതിൽ നിന്ന് ഇനി ആവശ്യമുള്ള കരിഞ്ഞെടുക്കണം. അപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചോറ് വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം അരി വെച്ചായിരുന്നു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇട്ടായിരുന്നു. കിറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു മസാല പാക്കറ്റും പിന്നെ പിക്കിളിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു നെയ്യും പിന്നെ ചെറിയൊരു എസൻസും, ഇത്ര ഉണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. അരി നല്ലപോലെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാനത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ഞാൻ വേവിച്ചില്ല കേട്ടോ. ഒത്തിരി കുഴഞ്ഞു പോണത് അങ്ങ് ഇഷ്ടമല്ല. അത് കാരണം പാകത്തിനുള്ള ആ ഒരു വേവിനേലും കുറച്ചും കൂടി വേവ് കുറച്ചായിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് കറിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കറിൽ നമ്മുടെ ബീഫൊക്കെ കഴുകിയിട്ടു. പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ. അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലോട്ട് വേണ്ടത് സവാള ഒന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ബീഫ് വേകാൻ വേണ്ടി വെച്ചു. പിന്നെ സവാളയൊക്കെ നല്ലപോലെ മൂപ്പിച്ചിട്ട് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലപോലെ സവാളയും മൂത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ബീഫ് കറിയും റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യമൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിമോച്ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു കേക്കൊന്നും കട്ട് ചെയ്യേണ്ടെന്ന്. പക്ഷേ നിമോച്ചേട്ടൻ അതൊന്നും കേട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഒരു സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരുമായിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിക്ക് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ അമ്പുക്കുട്ടനും അച്ചിക്കുട്ടനും കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുക്കലാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവരെയും കൂടെ നിർത്തി കേക്ക് ഞങ്ങൾ 3 പേരും കൂടി കട്ട് ചെയ്യുവാണ്. നിമോച്ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. കല്ലുവിനെ നിമോച്ചേട്ടനാണ് കേട്ടോ പിടിച്ചേക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ അച്ചിക്കുട്ടനും അമ്പൂനും കൊടുത്തു. പിന്നെ അവർ അതേപോലെ തന്നെ തിരിച്ച് എനിക്കും തന്നു. ചെറിയൊരു സന്തോഷം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു കേട്ടോ. ഞാൻ പോലും അറിഞ്ഞില്ല ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. എന്തായാലും നിമോച്ചേൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെന്താ ആ കേക്കിനകത്ത് എഴുതിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ആ പേര് ഹാപ്പി ബർത്ത്ഡേ പൊണ്ടാട്ടി എന്നാണ് കേട്ടോ എഴുതിയത്. പിന്നെന്താ ഞങ്ങൾ അമ്മേനെയൊക്കെ വീഡിയോ കോൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കേട്ടോ നിമോചനം കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. അമ്പലത്തിൽ പോയതാണ്, വന്ന വഴിക്ക് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അമ്പുക്കുട്ടൻ ഇവിടെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.